ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഷോപ്പിൽ ഇന്ന് പുതിയ ഫിഷിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചായി നമ്മൾ സ്റ്റോക്കൊക്കെ വന്നിട്ട് വലിയ സ്റ്റോക്കാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഫിഷുകളുണ്ട്. ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഓസ്കാറാണ്. ഏകദേശം 3-4 സൈസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല പ്യുർ ക്വാളിറ്റി സാധനമാണ്. പിന്നെ ഒരു ഐറ്റം നമ്മുടെ ഗ്രീൻ ടൈഗർ വന്നിട്ടുണ്ട്, ടൈഗർ ബാർബ്. ഇത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ ഗപ്പീസിൻ്റെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ നോർമലി എപ്പോഴും വരുന്നത് തന്നെ റെയിൻബോ ഷാർക്ക്. അത് ആൽബിനും ഉണ്ട്, നോർമലും ഉണ്ട്. പിന്നെ നമ്മളെ ഫെദർ വന്നിട്ടുണ്ട്, ഫെദർ ഫിഷ്. നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഫിഷ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫിഷ് കേട്ടാണ്. അതുകൊണ്ടാണ് അടിയിൽ നമ്മൾ വൈറ്റ് സാൻഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കബൂത്ത കോയിക്കാർപ്പിൻ്റെ കുറച്ച് വലിയ സൈസിൽ വെയിൽ ടൈലായിട്ടുള്ള ഐറ്റം വന്നിട്ടുണ്ട്. അത് കുറച്ച് വെറൈറ്റി ആയിട്ട് വന്ന ഐറ്റമാണ്. നല്ല വെയിൽ ടൈലാണ്, നല്ല സൈസും ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. വീഡിയോ കാണുന്നുണ്ടാവും. നല്ല ആക്റ്റീവ് ഫിഷ് കേട്ടോ. അതിൻ്റെ സ്റ്റോക്ക് പരിമിതമാണ്, 6 പീസ വന്നിട്ടുള്ളൂ. പിന്നെ ഷാർക്കിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതിൽ വൈറ്റ് ഷാർക്കും വരുന്നുണ്ട്, ബ്ലാക്ക് ഷാർക്കും വരുന്നുണ്ട്. ഫിഷൊക്കെ കാണുമ്പോൾ നല്ല ആക്റ്റീവ് ഫിഷാണ്. വൈറ്റ് ഷാർക്ക് കുറച്ച് സൈസ് ഉണ്ട്. പിന്നെ മോളി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഓറഞ്ചും വൈറ്റും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ മെയിൻലി നമ്മളെ വിഡോ ടെട്ര ബൾക്ക് സ്റ്റോക്ക് തന്നെ വന്നിട്ടുണ്ട്. ഫിഷൊക്കെ അത്യാവശ്യം നല്ല സൈസും നല്ല ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. പിന്നെ ഏഞ്ചൽ ഫിഷിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ കൊറിഡോറ ഫിഷിൻ്റെയും പരിമിതമായ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിളാണ്. പിന്നെ റെഡ് കൊലീസയുടെ സ്റ്റോക്കും എത്തിയിട്ടുണ്ട്. അതും പരിമിതമായ സ്റ്റോക്ക് തന്നെയുള്ളൂ. അതൊക്കെ അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫിഷ് കേട്ടോ. കാണാൻ തന്നെ റെഡ് കളറിൽ നല്ല രസമുണ്ട്. ഫിഷൊക്കെ നല്ല ആക്റ്റീവ് കേട്ടോ. പിന്നെ സെർപ്പൈ ടെട്ര അതിൻ്റെ സ്റ്റോക്ക് കൂടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ബ്രാൻഡഡ് ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫിഷ് കേട്ടോ. പിന്നെ എസ്.കെ. ഗോൾഡിൻ്റെ നല്ല ക്വാളിറ്റി നല്ല സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. എസ്.കെ. ഗോൾഡ് കുറച്ചായിട്ട് നമ്മൾക്ക് സ്റ്റോക്ക് വരാത്ത റേറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് കൂടി പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഫിഷ് തന്നെയാണ് വന്നിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ഐറ്റം വെറൈറ്റി എന്ന് പറയാനുള്ളത് ടിൻ ഫോയിലാണ്. ടിൻ ഫോയിലിൻ്റെ കുറച്ച് നല്ല സൈസുള്ള ഫിഷാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. സൈസ് മാത്രമല്ല, ഫിഷ് നല്ല ആക്റ്റീവാണ്. പിന്നെ പോളാറിൻ്റെ ബ്ലൂ പാരറ്റ് അതിൻ്റെ സ്റ്റോക്കും എത്തിയിട്ടുണ്ട്. പിന്നെ സക്കറിൻ്റെ സ്റ്റോക്കും വന്നിട്ടുണ്ട്.
പോളാറ് സൈസ് കുറച്ച് ചെറുതാണ് എങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡാട്ടോ നമ്മളെ തത്തമ്മച്ചുണ്ടൻ. പിന്നെ ഗപ്പീസിൻ്റെ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പ്ലാറ്റിനം കോയി ഗപ്പീസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം സൈസും ഉണ്ട്, ബ്രീഡിങ് സൈസൊക്കെ ഉണ്ട്. കൊണ്ടുവന്ന സമയത്ത് തന്നെ ബ്രീഡായിട്ടുണ്ടായിരുന്നു ടാങ്കിൽ. പിന്നെ റെഡ് ഡ്രാഗണിൻ്റെ ക്വാളിറ്റിയുള്ള ബ്രീഡ് സെറ്റും വന്നിട്ടുണ്ട്. ഇതും നല്ല ആക്റ്റീവ് ഫിഷ് തന്നെ കേട്ടോ ഗപ്പീസ്. പിന്നെ മിക്സ്ഡ് ഗപ്പീസാണ് വന്നിട്ടുള്ളത്. അതിലധികം നല്ല റെഡിഷ് കളറുള്ള ഗപ്പീസ് തന്നെയാണ് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ കുറച്ചായിട്ട് വരാത്ത ഒരു ഐറ്റം മിൽക്കി വൈറ്റ് കാർപ്പിൻ്റെ വെയിൽ ടൈൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഫിഷ് നല്ല ആക്റ്റീവാണ്. വെയിൽ ടൈൽ തന്നെ മിൽക്കി വൈറ്റ് കുറച്ച് കാലമായി നമുക്ക് സ്റ്റോക്ക് കിട്ടാത്ത റേറ്റ് ആയിരുന്നു. ഇത്തവണ ആ ഒരു സ്റ്റോക്ക് കൂടി നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ വെയിൽ ടൈൽ. പിന്നെ ജെയിൻറ്റ് കൂരേൻ്റെ പരിമിതമായ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. 2 പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ജെയിൻറ്റ് കൂരൊക്കെ ഇപ്പോൾ റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്, സാധനം ഇപ്പോൾ കിട്ടാനില്ല. 2 പീസ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ നോർമലി വരുന്ന ഗോൾഡ് ഫിഷ് അതിൻ്റെ സ്റ്റോക്കും വന്നിട്ടുണ്ട്. പിന്നീടുള്ളത് നമ്മളെ സീബ്രാസാണ്. സീബ്രാസിൻ്റെ അകത്ത് തന്നെ പിങ്ക് പർപ്പിൾ കളറുള്ളതാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളത്. നോർമലി ഉള്ള കളേഴ്സൊന്നും അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം വന്നത് പർപ്പിളാണ്. അടുത്ത് നോക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു കളർ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ കാണുന്നില്ലേ, ഫിഷ് എന്തായാലും നല്ല ആക്റ്റീവ് ആണ് കേട്ടോ. പിന്നെ ഫൈറ്റേഴ്സിൻ്റെ ഫീമെയിൽ വന്നിട്ടുണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെയുണ്ട്. പിന്നെ നമ്മളെ സ്പോട്ടഡ് കാറ്റ് ഫിഷ്, അതും നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷ് തന്നെയാണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ നോർമലി വരുന്ന കാർപ്പിൻ്റെ സ്റ്റോക്കും അവൈലബിൾ ആണ്. ഫിഷൊക്കെ ആക്റ്റീവാണ്. പിന്നെ നമ്മളെ ഫീഡിങ് ഗോൾഡും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അരോണക്കൊക്കെ ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഫീഡിങ് ഗോൾഡിൻ്റെ സ്റ്റോക്കും ബൾക്കായിട്ട് തന്നെ നമ്മളെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് മോർ അതിൻ്റെ സ്റ്റോക്കും പുതുതായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഫൈറ്റേഴ്സിൻ്റെ സ്റ്റോക്കും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 20 പീസോളം ഫൈറ്റേഴ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് പ്ലാന്റ്സും ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ലൈവ് പ്ലാന്റ്സ്. ലൈവ് പ്ലാന്റ്സിൽ ജാവ ഫോണും ഇപ്രാവശ്യം കിട്ടാത്ത റേറ്റാണ്. ജാവ ഫോൺ കിട്ടിയിട്ടില്ല. അനൂബിയാസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഫോക്സ് ടൈൽ പ്ലാന്റും സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ബേഡ്സിലും നമുക്ക് കുറച്ചായിട്ട് കിട്ടാത്ത ബംഗാളി പിഞ്ചസ്, അതുപോലെ പിഞ്ചസ് അതിൻ്റെയൊക്കെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ബേഡ്സിന് ഇപ്പോൾ നല്ല റേറ്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുന്നേ ഒന്നും സ്റ്റോക്ക് എടുക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും റേറ്റ് ഇനി കുറയാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. പിഞ്ചസാണ്, നോർമൽ പിഞ്ചസും ബംഗാളി പിഞ്ചസുമാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഫിഷൊക്കെ ബേഡ്സൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നമ്മളെ വരാലിൻ്റെ സ്റ്റോക്കും വന്നിട്ടുണ്ട് കേട്ടോ, വരാൽ ഫിഷ്. പിന്നെ മെയിനായിട്ട് നമുക്ക് കുറച്ചായിട്ട് കിട്ടാത്തൊരു ഐറ്റമാണ് പുലിവാഹേൻ്റെ പരിമിതമായ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ആക്റ്റീവായിട്ടുള്ള പുലിവാഹ തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല നല്ല പുതിയ വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. എന്തായാലും നമ്മുടെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളും അപ്ഡേഷൻസും ഒക്കെ നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്. ഇത് ഫൈറ്റേഴ്സിൻ്റെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി ഉള്ള സ്റ്റോക്കൊക്കെ ഒരു കവറിൽ തന്നെ കിടക്കുന്നുണ്ട്.